ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ആശമാരുടെ തീരുമാനം. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ സാധിക്കാതെ മന്ത്രി വീണ ജോർജ് കേരളത്തിൽ മടങ്ങിയെത്തി. ഡൽഹി യാത്ര പ്രഹസനമെന്ന വിമർശനത്തിൽ മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മാധ്യമങ്ങൾക്ക് എന്തും പറയാമെന്നും ആശാ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയെ കാണുന്നതിൽ എന്ത് തെറ്റെന്നും മന്ത്രി വീണ ജോർജ് ചോദിച്ചു. വളരെ കുറച്ച് ആശമാരാണെങ്കിലും SUCIയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു. പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ തലേ ദിവസം വീണ്ടും NHM അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തലേന്ന് തന്നെ കൊടുത്തു, അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറയും എന്നുള്ള പറഞ്ഞതും വളരെ വ്യക്തമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് തേടിയത് കുറ്റകരമാണ്, ആ അപ്പോയിൻമെൻറ്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആസിഫ് മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുന്നു. ആസിഫ്, ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയതിൽ മാധ്യമങ്ങൾ വല്ലാതെ വിമർശനം ഉയർത്തിയിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങനെ ആ രീതിയിൽ വിമർശനം ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നിന്നും പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആശമാരുടെ സമരത്തിൽ എന്ന് പറയുന്നു. ഇപ്പോൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ മാധ്യമങ്ങളെയാണ് പ്രധാനമായും വിമർശിക്കുന്നത്. ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയാത്തതിലെ നിരാശയാകുമോ ഒരുപക്ഷെ ഇത്തരമൊരു പരാമർശത്തിലേക്ക് മന്ത്രിയെ നയിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിയെ കാണാനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത് മുതൽ വന്ന ചില വാർത്തകൾ തന്നെയാണ് സ്വാഭാവികമായും അത്തരത്തിൽ മന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ അത് ആരോഗ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനടക്കം ലക്ഷ്യമിട്ട് കൊണ്ട് അടക്കം വാർത്തകൾ കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന രീതിയിൽ തന്നെയാണ് വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചതായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. JP നദ്ദയെ കാണാൻ, കേന്ദ്രമന്ത്രിയെ കാണാൻ അപ്പോയിൻമെന്റ് തേടുന്നതിൽ എന്താണ് തെറ്റ്, അത് എന്തോ തെറ്റായ കാര്യമാണ് എന്ന തരത്തിൽ പോലും ഉള്ള രീതിയിലടക്കം ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ LDF പ്രകടന പത്രിക അടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് വീണ ജോർജ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിൽ ഇത്തരത്തിൽ ഓണറേറിയം വർദ്ധിക്കും എന്നുള്ള കാര്യമടക്കം പ്രകടന പത്രികയിലുണ്ട്. അതിൽ കാലോചിതമായ മാറ്റം വരുത്തും. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു 9 കൊല്ലത്തെ അടക്കമുള്ള ഭരണം എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാലോചിതമായി പരിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം തുടങ്ങിയ കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില തെറ്റായ രേഖകൾ അടക്കം വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന കാര്യവും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡറാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJP നേതാക്കളുടെ പത്രക്കുറിപ്പുകൾ പോലും മാധ്യമങ്ങൾ വാർത്തയാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മാധ്യമ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. ഈ SUCയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ വിഭാഗം ആശാ വർക്കർമാർ മാത്രമാണ് ഈ സമരത്തിലുള്ളത് എന്നുള്ള കാര്യവും മന്ത്രി എന്തായാലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തനിക്ക് എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായും മാധ്യമങ്ങളോട് പറയാൻ താൻ ബാധ്യസ്ഥനല്ല തുടങ്ങിയ കാര്യവും എന്തായാലും ആരോഗ്യമന്ത്രി ഇപ്പോൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നുണ്ട്. ജനങ്ങളുമായി സംവദിക്കാനുള്ള കാര്യങ്ങൾ അത് പല രീതിയിൽ അറിയിക്കാൻ കഴിയും. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം അത് പൊതുജനങ്ങളോട് കാര്യങ്ങൾ അറിയിക്കും തുടങ്ങിയ കാര്യമാണ് മന്ത്രി ഏതായാലും പറയുന്നത്. എന്തായാലും ഏത് തരത്തിൽ വേണമെങ്കിലും വാർത്ത കൊടുത്തോളൂ, തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്രൂശിക്കാൻ ശ്രമിച്ചോളൂ. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തതയുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഓണറേറിയം കാലോചിതമായി പരിഷ്കരിക്കണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതം അത് വർദ്ധിപ്പിച്ച് നൽകാനുള്ള ശ്രമം തുടരും. അത് ഇനിയും ഈ കേന്ദ്രമന്ത്രിയെ കാണാനുള്ള അടക്കമുള്ള ശ്രമം തുടരുകയും ഈ ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന വേതനത്തിൽ വർധനവ് വരുത്തണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതിനുള്ള ശ്രമം തുടരുമെന്നുള്ള കാര്യവും എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡൽഹി സന്ദർശനം കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് കൊച്ചിയിലേക്ക് മന്ത്രി തിരികെ എത്തുകയും ചെയ്തത്. ലക്ഷ്മി. ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.